ബാക്ക് ടു ഹോംലേക്ക് പീസ് ഇന്നൊന്നുകൂടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സാംസങ്ങിൻ്റെ ഷവറിൻ്റെ ഒരു ഇൻറ്റർണൽ ഫിൽറ്ററിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു. ഇപ്പം നമുക്ക് നല്ലൊരു എൻക്വയറി വന്നു, 2-3 എൻക്വയറി വന്നു. നമ്മളെല്ലാവർക്കും ഐറ്റം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുപോയവർ എല്ലാവർക്കും നല്ല ഒരു അഭിപ്രായമാണ് പറയുന്നത്. ഈ ഒരു ഐറ്റം 2 ഫീറ്റ് ടാങ്ക് തൊട്ടാണ് നമുക്ക് വെക്കുന്നത്. അത് ചെറുതായിരിക്കും. അതിൻ്റെ റേറ്റ് 940 തൊട്ടായിരിക്കും. നമ്മുടെ റേറ്റ് അറിയാൻ വേണ്ടി DM ചെയ്തത്. പിന്നെ പ്ലസ് വരുന്നത് 3 ഫീറ്റ് വരുന്നുണ്ട്, 4 ഫീറ്റ് വരുന്നുണ്ട്. അവർക്കെല്ലാം ആ ഒരു ഫീറ്റ് ടാങ്കിലെല്ലാം നമുക്ക് സെറ്റ് ചെയ്യുന്ന ഈ ഒരു ഐറ്റം നമുക്ക് വന്നിട്ടുണ്ട്. ഇൻറ്റർണൽ ഫിൽറ്ററാണ്. അപ്പോൾ മിക്കുള്ളവരും ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇത് ഏത് തരം ഫിഷിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളതാണ്. 3 ഫീറ്റും 4 ഫീറ്റും ടാങ്കിൽ നമുക്ക് വെക്കുന്നതാണ്. ഈ ഒരു ഐറ്റം നമ്മൾ വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഡസ്റ്റ് ഒഴിവാകും, ക്ലീൻ വാട്ടർ ആയിരിക്കും, ഹെവി ഡ്യൂട്ടി ആയിരിക്കും, റൊട്ടേഷൻ കിട്ടും, നല്ല റൊട്ടേഷൻ കിട്ടും. ടാങ്കിൻ്റെ അകത്ത് റൊട്ടേഷൻ ചെയ്ത് ടാങ്ക് എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ സാധാരണ ഫിൽറ്റർ 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച, ചിലർ ഗോൾഡ് വിഷൻ കാർപ്പൊക്കെ ഇടുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് 2 ദിവസം 3 ദിവസം കൂടുന്തോറും വെള്ളം മാറേണ്ടി വരും. എങ്കിൽ ഈ ഒരു ഐറ്റം നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഹെവി ഡ്യൂട്ടി ആയിട്ട് ക്ലിയറായിട്ട് വെള്ളം കിടക്കും. നമുക്ക് എത്ര ദിവസം വേണോ എത്ര നാൾ വേണോ നല്ല ലോങ് ലാസ്റ്റ് ടാങ്കിലെ വെള്ളം മാറാതെ തന്നെ ഇവ നല്ല ഹെവി ഡ്യൂട്ടി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. നമുക്ക് ടാങ്ക് കലങ്ങത്തില്ല. പിന്നെ ഒരു റൊട്ടേഷൻ ഉള്ളതുകൊണ്ട് ഫിഷ് എപ്പോഴും ആക്റ്റീവായിരിക്കും. പിന്നെ നമുക്കിതിന് മെയിൻ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാക്കും. ഈ ഒരു ഐറ്റം ഉള്ളതുകൊണ്ട് ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിതിൻ്റെ പവർ ഇത്ര വേണോ ഇത്ര നീളം വേണോ നമുക്ക് തിരഞ്ഞെടുക്കാകും. എത്ര ഫീറ്റ് ടാങ്കാണ് അല്ലെങ്കിൽ ഏത് ഫിഷാണ് കിടക്കുന്നത് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് അതിന് പറ്റിയ ഫ്ലോയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാണ് ഇവൻ്റെ മെയിൻ കാര്യം. പിന്നെ ഇവൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി നമുക്ക് ക്ലീൻ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഉപയോഗമുണ്ട്. ബാക്കിയുള്ള ഫിൽറ്ററിനെ കണക്കല്ല. ബാക്കിയുള്ള ഫിൽറ്ററൊക്കെ ചിലപ്പോൾ നിന്ന് പോകാറുണ്ട്. മിക്കവാറും പറയുന്നത് കൊണ്ടുവച്ച് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തൊട്ട് അത് നിന്ന് പോകുന്നു, ഇത് കംപ്ലയിൻറ്റ് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഈ ഒരു ഐറ്റം അങ്ങനെ ഒന്നും വഴി മുടക്കില്ല. നമ്മളിപ്പോൾ വീട്ടിലില്ലെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു ഐറ്റം ഹെവി ഡ്യൂട്ടി ആയിട്ട് വർക്ക് ചെയ്തോളും. ഇതിൽ കൂടിയ ഐറ്റമാണ് ഞാൻ പറഞ്ഞല്ലോ. 2 ഫീറ്റ് ടാങ്ക് തൊട്ട് 970 രൂപ തൊട്ട് നമുക്ക് തുടങ്ങും. അപ്പോൾ ഇത് 1440 രൂപയായിരിക്കും. നമ്മുടെ റേറ്റ് അതല്ല. നമ്മുടെ റേറ്റ് അറിയാൻ വേണ്ടി നിങ്ങൾ DM ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഐറ്റം കിട്ടിലുമാണ്, ഒന്നും പറയില്ല. വാങ്ങിച്ച് വെച്ച് യൂസ് ചെയ്യുന്നവർക്ക് നല്ല അഭിപ്രായം തന്നെ നമ്മുടെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. എനിക്കും നല്ല അഭിപ്രായമാണ്. എൻ്റെ വീട്ടിലും ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ DM ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.